വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇന്ന് പ്രതികരിച്ചാണ് നമ്മുടെ പഞ്ച് ഡയലോഗ്. പോകുന്നിടത്തെല്ലാം മുട്ടയിട്ട് പോകുന്നയാളാണ് രാഹുൽ മാങ്കൂട്ടമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. ഇത്തിരി ഇല്ലാതെ ഒത്തിരി നാറില്ല. മാങ്കൂട്ടത്തിന്റെ ചെയ്തികൾ ഓരോന്നായി പുറത്തു വരികയാണ്. രാഷ്ട്രീയക്കാർക്ക് വ്യക്തിശുദ്ധി വേണമെന്നും വെള്ളാപ്പള്ളി ഇന്ന് പറഞ്ഞു. മാങ്കൂട്ടത്തിനെ പറ്റിയുള്ള കമന്റുകൾ TV-കളെ കേൾക്കുമ്പോൾ സ്വഭാവശുദ്ധി അശേഷയില്ല എന്ന് മാത്രമല്ല, ചിലയിടത്തെല്ലാം കയറി ഇങ്ങനെ മുട്ടയിട്ട് കിടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. കാണുന്നതെല്ലാം ഒരു പൊയ്മുഖവും ഉള്ള സ്ത്രീതൽപരനാണ് എന്ന് തോന്നാവുന്ന രീതിയിൽ നിങ്ങളുടെ ചില ന്യൂസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഒരു കാര്യമുണ്ട്, പൊതുപ്രവർത്തകരായാലും സാമൂഹ്യ പ്രവർത്തകരായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും ഒരു സ്വഭാവശുദ്ധി ജീവിതത്തിൽ അനിവാര്യമാണ്. എല്ലാ ഒമ്പനാനെ കൊണ്ട് കുലുക്കി നിന്നാണല്ലേ രണ്ട് കൊമ്പ് ഒടിഞ്ഞ് കാലും ഒടിഞ്ഞ് ഇപ്പോൾ ഒരു കിടക്കല്ലേ നിരത്തത്. ഇപ്പോൾ MLA സ്ഥാനം വരെ ഉപേക്ഷിക്കേണ്ട ദുരവസ്ഥയിലേക്ക് എത്തിയില്ലേ പെൺവിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്കിനിയും ഇപ്പോൾ ലഭിച്ചൊരു പ്രധാന വാർത്തയിലേക്ക് പോകണം. ഇടമലക്കുടിയിൽ പനി ബാധിച്ച് 5 വയസ്സുകാരനായ ഒരു കുട്ടി മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത. ഇടമലക്കുടിയിലെ വിതുര ആദിവാസി കോളനികളിൽ ഒന്നായ കുടലാർക്കുടി സ്വദേശി മൂർത്തി ഉഷ ദമ്പതികളുടെ മകൻ കാർത്തിയാണ് മരിച്ചത്. അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം. കിലോമീറ്ററുകൾ ദൂരം ചുമന്നാണ് ഈ കുട്ടിയെ വാഹനത്തിനടുത്തേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ദുഃഖകരമായ ഒരു വിവരം. സ്റ്റാലിനുണ്ട്. സ്റ്റാലിൻ, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഇടമലക്കുടിയിലെ ഉൾഗ്രാമമായ കൂടലാർക്കുടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ കുട്ടീനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. 2-3-4 ദിവസങ്ങളായിട്ട് ഈ കുട്ടിക്ക് പനി ബാധിച്ചിരിക്കുകയായിരുന്നു. കുടിയിലുള്ള ആളുകൾ അവരുടേതായ രീതിയിലുള്ള ചികിത്സകളും അതോടൊപ്പം തന്നെ ഇടമലക്കുടിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള മരുന്നുകളുമൊക്കെ കൊടുത്തിരുന്നു. എന്നാൽ ആദ്യ 1-2 ദിവസങ്ങളൊക്കെ അല്പം കുറഞ്ഞിരുന്നെങ്കിലും വീണ്ടും ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് പനി ശക്തമാവുകയായിരുന്നു. അങ്ങനെ അവരവിടുന്ന് ഉള്ളാർക്കുടിയിൽ നിന്നും കുട്ടിയെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരും വഴിയാണ് മരണം സംഭവിച്ചത്. ഏറെ ദൂരമുണ്ട്. സൊസൈറ്റി കുടിയിലേക്ക് എത്തണമെങ്കിൽ തന്നെ കിലോമീറ്ററുകൾ ദൂരമുണ്ട്. സൊസൈറ്റി കുടിയിൽ വന്നാൽ അവിടുന്ന് മാത്രമാണ് വാഹനം എത്തുകയുള്ളൂ. അവിടം വരെയാണ് വാഹനം എത്തുന്നത്. അവിടെ നിന്നും വാഹനത്തിൽ കൊണ്ടുവരുന്ന വഴിക്ക് തന്നെ കുട്ടി മരിക്കുകയായിരുന്നു. ഇടമലക്കുടിയിലെ ആശുപത്രി സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും കുട്ടിയുടെ ബോഡി ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. ശരി സ്റ്റാലിൻ.